ഹലോ ഗൈസ്, ബി സി ഹെൽപ്പർ ഫോർ മലയാളീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ട് നമ്മളതിൻ്റെ പാർട്ട് 2 ചെയ്യുകയാണ്. സോ പാർട്ട് 1 നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിനകത്താണ് ഒരുപാട് മെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ചെറിയ വീഡിയോ ആയിരിക്കും, കാരണം നമ്മൾ പകുതി മുക്കാലോളം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റി. ബിക്കോസ് എൻ്റേത് ചെയ്തത് ഡിലേറ്റ് ആയിപ്പോയി, സേവ് ആക്കാൻ മറന്നുപോയി. സോ അതുപോലെ തന്നെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, മാക്സിമം ശരിയാക്കാൻ നോക്കിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 2 സോങ് ഉണ്ട്. അതായത് 2 സോങ് എടുക്കുമ്പോൾ ഒരുമാതിരി ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ലാഗ് ആവുന്നുണ്ട് ചെറിയ, കാരണം സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സോ ഇപ്പോൾ ഈ 2 സോങ് കൂടെ ഉണ്ടായതുകൊണ്ട് 2 കൂടി ഒരുമാതിരി ഇരിക്കും. ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയുടെ സൗണ്ട് വേണ്ട, കാരണം അത് എനിക്കറിയാവുന്നൊരു സോങ്ങാണ്, എനിക്ക് വേറെ സോങ്ങാണ് വേണ്ടത്. സോ എഡിറ്റ് ആഡിയോ കൊടുത്തിട്ട് ശേഷം 0 ആക്കും. കാരണം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇത് ഫുള്ള് കൂട്ടരുത്, ഇച്ചിരിയെ കൂട്ടാവുള്ളൂ. അതിൻ്റെ 100% അടയ്ക്കണം. ഇതെല്ലാം കറക്റ്റ് ലെവലിലാക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടി വളരെ താഴെയാണ്. കാരണം മ്യൂസിക് കുറച്ച് ബാക്കിൽ നിന്നാലേ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവും. കാരണം ഒരുപാട് സൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാം ഒരുമാതിരി കുഴഞ്ഞു പോകും. സോ അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു വോയിസ് ട്യൂട്ടോറിയൽ ആണെങ്കിൽ ഇത് മാക്സിമം കൂട്ടുക, വീഡിയോയുടെ ഇത് മാക്സിമം കൂട്ടുക. ഒരു 100% താഴെ 100%-ലേ നിർത്താവുള്ളൂ. അല്ലെങ്കിൽ അതിന് മുകളിൽ 100%-ൽ ഒരു 200% മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് എഫക്ട്സ് ഉണ്ടാവും, ഒരുമാതിരി കൂട്ടു തോന്നും. സോ അതുകൊണ്ട് ഞാനിത് താഴ്ത്തി നിർത്തുകയാണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ വെച്ചു. സോ ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ 2-3 ട്രാൻസ്ലേഷൻസ് കൂടെ എടുത്തിടുകയാണ്. ഞാൻ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. അഥവാ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇത് തന്നെയാണ് ട്രാൻസ്ലേഷൻസിൽ വരിക. ഇഷ്ടമുള്ള ഒരു ഇതെടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ അങ്ങനെ മാറുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഞാൻ ഒരെണ്ണം ഇവിടെയും അതിൻ്റെ ഇതിടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ യെല്ലോ ബോർഡർ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഇവിടെ ആഡ് ചെയ്യണം. ഞാനിതെല്ലാം കണ്ടതാണ് മുമ്പേ. എനിക്കാണെങ്കിൽ ഇവിടെ ക്യാപ്ഷൻസ്, പാൻ ആൻഡ് സൂം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് സൂം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കാൻ പറ്റുന്ന മോഡലുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്ത് എൻ്റെ ആവുമ്പോൾ ഇവിടെ എത്തും, ആ മോഡലുണ്ട്. ഓഡിയോ ട്രാൻസ്ലേഷൻസ്, കർസർ എഫക്റ്റ്, അത് കർസർ എഫക്റ്റ് ഉണ്ട്. വെർച്വൽ പ്രോപ്പർട്ടീസ്, എല്ലാം ക്ലിയർ ആക്കുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെയാണെന്നുള്ളത്. വോയിസ് നാരേഷൻ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വോയിസിൻ്റെ ഇതിവിടെ ചെയ്താണ്. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുത്തതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് അത് സേവ് ചെയ്യുക. ക്യൂസിങ്സ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ വരിക, ഇത് എല്ലാം നോക്കി നോക്കുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ചുവന്ന ഇതിങ്ങനെ വലിക്കുക. അപ്പോൾ അത് മൊത്തം ഡ്രാഗ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ സ്ഥലത്ത്. സോ ഇവിടെ വരെ ഉള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. 2 പേര്, ഒരാൾ സംസാരിക്കുന്നത് എത്ര പേര്, നമുക്ക് 3-4 പേരാക്കി മാറ്റുന്ന ഇതൊക്കെയുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ അത് നല്ലോണമൊക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരണം. അത് സ്ട്രിങ് ആൻഡ് ഫിറ്റ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. സോ അത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ചോദിക്കുക കമൻറ്റിൽ. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അതിനുശേഷം
ഇത് മൊത്തം ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ ഒന്നും കൂടെ വിവരിച്ച് ഈ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ മൊത്തവും ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസ് ആൻഡ് ഷെയർ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം. 180p എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലോട്ട് നേരിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് കാര്യമുള്ള 180p ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 180p ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, പിന്നെ പേര് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വൈൽഡ് വീഡിയോയിൽ കുറച്ച് ടെക്സ്റ്റ് അടിക്കുമ്പോൾ ഇച്ചിരി ലേറ്റായിട്ടേ കാണും, കാരണം സ്ക്രീൻ റെക്കോർഡ് ആവുന്നതുകൊണ്ടാണ്. അത് എന്ത് കാര്യം വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും മാറ്റാം. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആവുന്നതാണ്, കാരണം ഇത് വലിയ ഫയലൊന്നും അല്ല, പെട്ടെന്ന് തന്നെ എക്സ്ട്രാക്റ്റ് ആവും. സോ ഇത് എക്സ്ട്രാക്റ്റ് കഴിയുന്നതിനൊന്നും കഴിയും. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് സോണി വെഗാസ് പ്രോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ തൊട്ട് താഴെ ചോദിക്കുക. ഞാൻ സോണി വെഗാസ് പ്രോ വെച്ച് ക്രിയേറ്റ് ചെയ്ത എൻ്റെ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ട്, ഞാൻ കണ്ടുപിടിക്കാം. സോറി, അതെൻ്റെ ഇല്ല, അത് ഡിലീറ്റ് ആയി പോയെന്ന് വിചാരിക്കുന്നു. സോ ഇത് എൻ്റെ ഈ ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് PC Helper എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ ഇത് നല്ലൊരു സോഫ്റ്റ്വെയർ വെച്ചാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കുക, ഞാനത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫിനിഷ് കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക, നോ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മെയിൻ വെബ് ബ്രൗസർ ഓണായി വരുന്നതായിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യാം. വേണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ വരും, ഞാൻ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോഴത്തേക്ക് ഇത് കാണാം. സോ അത് തന്നെ വന്നു. ഇവിടെ ഈ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതാണ്. ഇവിടുന്ന് തന്നെ എടുക്കുക, ഇവിടുന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കാണാം. ക്ലോസ് ചെയ്യുക. സോ നമ്മുടെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണും. സോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കാകെ മെയിൻ വീഡിയോ മാത്രമുള്ള ആവശ്യം. അതായത് എൻ്റെ മെയിൻ പ്ലെയറായ VLC മീഡിയ പ്ലെയറിനാണ് ഞാനിതെല്ലാം എൻ്റെ മെയിൻ പ്ലെയറായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ കാണാം MP4 ഫയൽ കാണാം. അത് മാത്രം എടുത്ത് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അതും കറക്റ്റ് 1 2 4 ആയിരിക്കും വരുന്നത്. സ്ക്രിപ്റ്റ് സ്കിൻസ് ഒരു വെബ് ബ്രൗസിങ് അത് കഴിഞ്ഞാലായിരിക്കും അത് വരേണ്ടത്. അതെടുത്ത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റിയിടുക, ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, ബിക്കോസ് അത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഞാനതിപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കാം. മൈക്രോഫോൺ വേറെ കുത്താം. സോ ഞാൻ മൈക്രോഫോൺ മാറ്റട്ടെ, ഒറ്റ സെക്കൻഡ് വെയിറ്റ് ചെയ്യാം.
ഒക്കെ അടിപൊളിയായിട്ട് വന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഇതും ഈ ഇൻട്രോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്തായിരുന്നു. ഈ എഫക്റ്റ് ലാസ്റ്റ് നമ്മളൊരു എഫക്റ്റ് കൊടുത്തു. ഈ എഫക്റ്റ് നമ്മൾ എല്ലാം വർക്കാവുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് വേണമെങ്കിലും റെൻഡർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ 11 മിനിറ്റായി ഇതുവരെ കണ്ടവർക്ക് വളരെ നന്ദിയുണ്ട് ഇതുവരെ കണ്ടതിന്. സോ കാമസ്റ്റർ സ്റ്റുഡിയോ 8 ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. 30 ദിവസം ട്രയൽ കഴിയുമ്പോൾ പറയുക, എന്നാൽ മാത്രമേ എനിക്ക് എടുക്കാനൊക്കൂ. സോ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും ആൾക്കാർ വേണം എനിക്ക്, കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരൊന്നുമില്ല. സോ പ്ലീസ് ഹെൽപ്പ് ചെയ്യുക എൻ്റെ ചാനൽ ഇനി വളർത്താൻ സഹായിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫ്രണ്ടാക്കുക. എൻ്റെ ഫേസ്ബുക്കിലെ പേര് അനു സൽമാൻ തന്നെയാണ്. സോ എൻ്റെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം.